ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമ അംഭോ നിധിരനന്ദാത്മാ മഹോദധിശയോ അന്തക. ജീവ, എല്ലാ ജീവികളിലും ജീവാത്മാവായി വർത്തിക്കുന്നവൻ. വിരാട് രൂപത്തിൽ കോശങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ചലനമുണ്ടായില്ലെന്നും മായയാൽ ഭഗവാൻ പ്രവേശിച്ചപ്പോഴാണ് ചലിക്കാൻ തുടങ്ങിയത് എന്നും പറയപ്പെടുന്നു. അതിനാൽ ജീവികളിൽ ജീവനായിരിക്കുന്നവൻ. വിനീതാ സാക്ഷി, വിനയവാന്മാരെ നേരിട്ട് കാണുന്നവൻ. കാമക്രോധ മത ലോപാധികൾ ഒടുങ്ങണം. ബലം പ്രയോഗിച്ച് ഒടുങ്ങിയിട്ട് കാര്യമില്ല, സ്വാഭാവികമായി ഒടുങ്ങണം. അവയിൽ മുഴുകും തോറും, കാമക്രോധ മത ലോപാധികളിൽ നമ്മൾ മുഴുകും തോറും വാസന വർദ്ധിക്കുകയേ ഉള്ളൂ. അതിനാൽ മനോനിയന്ത്രണം ശീലിക്കണം, അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം. ധർമ്മത്തിൽ ഊന്നിയാകണം കാമനിർവഹണം. ഇതെല്ലാം പ്രധാനമാണ്. ഒരു കാര്യത്തിൽ നിന്ന് മുക്തി വേണമെങ്കിൽ 3 മാസം വിട്ടുനിന്നാൽ മതിയാകുമെന്ന് ഓഷോ പറയുന്നു. അവ ശ്രമിച്ചാൽ ഒരാൾ ജ്ഞാനിയായി മാറിത്തുടങ്ങും. ഒരു തരിവട്ടം വന്നാൽ അന്ധകാരം തുടച്ചു നീങ്ങിപ്പെടുന്ന പോലെയാണത്. മാനാപമാനങ്ങൾ പൊക്കി നടക്കാത്തവൻ വിനയവാനാണ്, ഭഗവാന് പ്രിയങ്കരനാണ്. അവർക്ക് ദർശനം നൽകാനും ഭഗവാന് സന്തോഷമാണ്. അവരുടെ ക്ഷേമം ഭഗവാൻ അറിഞ്ഞു നിർവഹിക്കുന്നു. മുകുന്ദ, മോക്ഷം നൽകുന്നവൻ മുകുന്ദൻ. ഒരാളുടെ പുരുഷാർത്ഥം പൂർണ്ണമാകുന്നത് മോക്ഷലബ്ധിയിലാണ്. മൃത്യുവിൽ നിന്ന്, സംസാര സാഗരത്തിൽ നിന്നും ഉദ്ധരിക്കുന്നത് താനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അമിത വിക്രമ, പരാക്രമി, ശൗര്യമുള്ളവൻ. മഹാബലിയുടെ യാഗം നടക്കുന്നിടത്ത് ചെന്ന് കേവലം 3 അടി മണ്ണ് ചോദിച്ച് 2 അടി കൊണ്ട് ഭൂമിയും സ്വർഗവും അളന്നെടുത്തു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ചോദിച്ച് കുനിഞ്ഞ ശിരസുമായി ഇരിക്കുന്ന മഹാബലിയുടെ തലയിൽ കാൽ വെച്ച് അനുഗ്രഹിച്ച് പാതാളത്തിലേക്ക് അയച്ചു. അവതാരങ്ങളിലെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണവധം എന്നിവയെല്ലാം അവിടുത്തെ പരാക്രമത്തെ കാണിക്കുന്നു. അംഭോനിധി, അംബസുകളുടെ ഇരിപ്പിടം, സമുദ്രം. അംബസുകൾക്ക്, അതായത് ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, അസുരന്മാർ എന്നർത്ഥമുണ്ട്. ഇവർക്കെല്ലാം ആധാരമായി വർത്തിക്കുന്നത് ഭഗവാനാണ്. ഭഗവാനിൽ നിന്ന് ആദ്യമുണ്ടായത് അസുരന്മാരാണത്രേ. അസുരന്മാരിൽ നിന്നും പിതൃക്കളുണ്ടായി. പിതൃക്കളെ പൂജിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായത് നൽകാൻ ദേവന്മാരെയും സൃഷ്ടിച്ചു എന്ന് വേദത്തിൽ പറയുന്നു. ഇങ്ങനെ അംബസുകളെ രക്ഷിച്ചു നിൽക്കുന്നതിനാൽ അവിടുന്ന് അംഭോനിധി. സരസുകളിൽ ഭഗവാൻ സാഗരമെന്ന് ഭഗവത്ഗീതയിൽ ഉദ്ഘോഷിക്കുന്നു. അംഭം എന്നാൽ ജലം, അങ്ങനെയും അംഭോനിധി. അനന്താത്മാ, കാലദേശങ്ങളെ ഉല്ലംഘിച്ചു നിൽക്കുന്ന ആത്മാവ്. ആദിശേഷ സ്വരൂപനായവൻ, പരമ്പൊരുൾ. അവിടുന്ന് ഒന്നിലും ക്ലിപ്തമാക്കപ്പെട്ടിട്ടില്ല. ശരീരമോ ഗുണത്രയങ്ങളോ കാലമോ ദേശമോ അവിടത്തേക്കില്ല. അതിനാൽ അനന്താത്മാ. ആദിശേഷനായിരിക്കുന്നതും അവിടുന്ന് തന്നെ, അതിനാലും അനന്താത്മാ. മഹോദധിശയ, മഹാപ്രളയ സമുദ്രത്തിൽ ശയിക്കുന്നവൻ ആരോ അവൻ. ഭാഗവതത്തിൽ മാർക്കണ്ഡേയന് മായ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ കണ്ടത് വിവരിക്കുന്നുണ്ട്. പ്രളയജലത്തിൽ ആലിലയിൽ കാൽ വിരലുണ്ട് പള്ളികൊള്ളുന്ന ബാലനാം മുകുന്ദനെയാണ് മാർക്കണ്ഡേയൻ കണ്ടത്. വിശ്വത്തെ സംഹരിക്കാൻ ഭഗവാൻ സൃഷ്ടിച്ച പ്രളയജലമായിരുന്നു അത്. അതിൽ ശയിക്കുന്ന ബാലനും. വടസ്യ പത്രസ്യ പുടേ ശയനം ബാലം മുകുന്ദം എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അന്തക, അവസാനം കുറിക്കുന്നവൻ. ലോകത്തിന് അവസാനം നിശ്ചയിക്കുന്ന കാലം തന്നെയാണ് ഭഗവാൻ, സംഘർഷണൻ. അതിനാൽ തന്നെ അന്തകനും. ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമ അംഭോ നിധിരനന്ദാത്മാ മഹോദധിശയോ അന്തക. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ